ഒരു ദിവസം പോട്ട ആശ്രമത്തിലെ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുമ്പിൽ ഒരു മനുഷ്യൻ മുട്ടിമേൽ നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ പെങ്ങളുടെ മകള് ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുക, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് അതിൽ കടന്നു പോകുമ്പോഴും അതേ മനുഷ്യൻ അതേ സ്ഥലത്ത് മുട്ടിമേൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഉച്ച കഴിഞ്ഞ് അദ്ദേഹം ഈ ഓപ്പറേഷന് കയറ്റിയ പെൺകുട്ടിയുമായിട്ട് വന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ട് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അതിന് തലേ ദിവസം എടുത്ത MRI സ്കാനിൽ കണ്ടിരുന്ന ബ്രസ്റ്റിലെ മുഴ കാണാനില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ വിശ്വാസമുണ്ടോ? ആ വലിയ വിശ്വാസത്തിന് വലിയ വില നമ്മുടെ ജീവിതത്തിലേക്ക് നൽകാൻ സാധിക്കും എന്ന് കാണിക്കുന്ന ഒരു അത്ഭുത സാക്ഷ്യം അത്. ഇതാ ദൈവത്തിൻ്റെ വചനം, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധി നിമിത്തയായിരിക്കുക. ഒരു രക്തസ്രാവക്കാരി സ്ത്രീ, ഞാൻ എൻ്റെ ഈശോയുടെ ഉടുപ്പിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും എന്ന് വിശ്വസിച്ച് ഈശോയുടെ ഉടുപ്പിൽ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം കിട്ടിയ ആ സംഭവത്തിലാണ് ഈശോ പറയുക, മോളെ, നിന്റെ വിശ്വാസം അത് നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതുതന്നെയാണ് ഈ മനുഷ്യനും കണ്ടത്. തൻ്റെ പെങ്ങളുടെ മകൾക്ക് വേണ്ടി അവൻ വിശ്വസിച്ചു, വിശ്വാസത്തോടെ മുട്ടുകുത്തി കർത്താവിൻ്റെ മുമ്പിൽ, മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ മണിക്കൂറുകൾ നിന്ന് മുട്ടുമേൽ നിന്ന് കൊന്തയിൽ പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിന് എൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയെ സുഖപ്പെടുത്താൻ, രക്ഷിക്കാൻ സാധിക്കും. ആ വിശ്വാസം അവിടെ രക്ഷയായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്ന സ്ഥിരതയുള്ള വിശ്വാസം ഉണ്ടാകട്ടെ, അത് രക്ഷയായിട്ട് മാറും. യേശു പറഞ്ഞില്ലേ, വ്യാധിയിൽ നിന്ന് മുക്തയായിരിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് വരാവുന്ന വ്യാധികളിൽ നിന്നും ആധികളിൽ നിന്നൊക്കെ നമ്മുടെ വിശ്വാസം നമ്മെ രക്ഷിക്കും, സംരക്ഷണമായിട്ട് മാറും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.